ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സോയാബീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലോ എണ്ണയോ ഒഴിച്ച് കൊടുക്കുക. ശേഷം ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ആ എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ഒരു 5-6 കഷ്ണം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൂടി ഉള്ളത് കൊണ്ട് എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എണ്ണയിലേക്ക് 2 ചെറിയ ഗ്രാമ്പും അതുപോലെ കറുവപ്പട്ടയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള, ഞാനൊരു സവാളയാണ് എടുത്തേക്കുന്നത്, അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു മസാല കേട്ടോ, ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മസാല തന്നെ ഈ കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഇവിടെ വഴഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വഴഞ്ഞിട്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവോളയുടെയൊക്കെ കളർ ഇവിടെ മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോളം വരെ നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മിക്സ് ആ പൊടിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ഇവിടെ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയപ്പോൾ നമ്മൾ ആ മിക്സി ജാറിലിട്ട് അടിച്ച് വെച്ച് ആ ഒരു മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മസാലക്കൂട്ട് നല്ല മണമാണ് കിട്ടുന്നത്, അതുപോലെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ആ ഒരു മസാലയാണ്. ആ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരണം. ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം പിഴിഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു സോയാബീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതിന് ശേഷം തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് അതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.